ഹലോ എവരിവൺ. ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് സിംഫണി സെക്യൂരിറ്റി കമ്പോണൻറ്റ് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. മെയിൻലി ഇതിൽ കൂടുതലും എല്ലാം പറയുന്നത് സെക്യൂരിറ്റി കമ്പോണൻസിനെ പറ്റിയാണ്. അതായത് നമ്മുടെ സിംഫണിയിൽ സെക്യൂരിറ്റി കമ്പോണൻസിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നു, അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അതിനെ പറ്റിയുള്ളൊരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്ന കണ്ടൻസ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി, യൂസർ, ഫയർവാൾ, ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, ഇത്രയാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത് കണ്ടൻസ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബേസിക്കലി എല്ലാ ആപ്ലിക്കേഷനിലും ഒരു മിനിമം ലെവൽ സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ ആപ്ലിക്കേഷൻസിലും. അതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ആപ്ലിക്കേഷൻസിലായാലും ഒരു മിനിമം ലെവൽ ഓഫ് സെക്യൂരിറ്റി അതിലുണ്ടായിരിക്കും. അത് നമ്മുടെ ഡേറ്റയ്ക്ക് ആയാലും എന്തിനായാലും അതൊരു സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സിംഫണി ഉപയോഗിച്ച് വർക്കാവുന്ന ആപ്ലിക്കേഷൻസിൽ സെക്യൂരിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കാം എന്നതിന് വേണ്ടിയിട്ട് സിംഫണി തന്നെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടും പറയുന്നത് സെക്യൂരിറ്റി ബണ്ടിൽ. അതായത് ഒരുപാട് ബണ്ടിലുകളുണ്ട് സിംഫണിയിൽ, അതേപോലെ ഒരു ബണ്ടിലാണ് സെക്യൂരിറ്റി ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ ബണ്ടിലാണ് നമുക്ക് വേണ്ട ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ഫീച്ചേഴ്സ് സിംഫണിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സെക്യൂരിറ്റി YAML എന്ന് പറയുന്നൊരു കോൺഫിഗറേഷൻ ഫയൽ. എല്ലാവരുടെ സിംഫണി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിലും ഇതുണ്ടായിരിക്കും. ഈ കോൺഫിഗറേഷൻ ഫയൽസിലാണ് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കോൺഫിഗറേഷൻ വരുന്നതെന്ന് സിമ്പിളായിട്ട് പറയാം. അതായത് ഒന്ന് യൂസർ, അതായത് പ്രൊവൈഡേഴ്സ്, ഇത് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഈ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന കോൺഫിഗറേഷൻ സബിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതുപോലെ ഫയർവാൾ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഇത് ആരൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഫയർവാൾ വെച്ചിട്ടാണ്. അതായത് ഒതൻറ്റിക്കേഷൻ ആണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്സസ് കൺട്രോൾ ചെയ്യും. അതായത് ഇപ്പം എന്തെങ്കിലും ആക്ഷൻസോ അല്ലെങ്കിൽ സർട്ടൺ ചില URLസോ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്ട്രാ പ്രിവിലേജസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇതിനെയാണ് ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ security.yml എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഫയൽസിൽ വരുന്നത്. ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ബേസിക്കലി ഇത്രയും ഫീച്ചേഴ്സിനെ പറ്റി പറയാം. ഇങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി YAML ഫയൽ പുറമേ നോക്കുമ്പോൾ കാണുന്നത്. ഇതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റും പാസ്വേഡ് ഹാഷേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ്, അതിന് സബായിട്ട് കുറച്ച് ഡാറ്റ, അതേപോലെ പ്രൊവൈഡേഴ്സിൻ്റെ അടിയിൽ കുറച്ച് ഡാറ്റ, അതേപോലെ ഫയർവാൾ അതിൻ്റെ സബായിട്ട് കുറച്ച് ഡാറ്റ. ഇങ്ങനെയാണ് സെക്യൂരിറ്റി YAMLൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ യൂസർ, ആദ്യം പറയുന്നത് യൂസറിനെ പറ്റിയാണ്. അതായത് എനി സെക്യൂർഡ് സെക്ഷൻ ഓഫ് യുവർ ആപ്ലിക്കേഷൻ നീഡ്സ് സം കൺസെപ്റ്റ് ഓഫ് എ യൂസർ. അതായത് നമ്മൾ ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ ഏത് ഒരു ആപ്ലിക്കേഷൻ എടുത്താലും നമ്മളൊരു യൂസറായിട്ടായിരിക്കും ലോഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആളിനെയാണ് മെയിൻലി യൂസർ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ആ യൂസറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡേറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ഇന്ന ആളാണ് ഇവിടുത്തെ യൂസർ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആ യൂസറിനെ പ്രൊവൈഡ് ചെയ്യുന്ന സിംഫണി സെക്യൂരിറ്റി കമ്പോണൻ്റാണ് യൂസർ എന്ന് പറയുന്നത്. ആ യൂസർ ക്ലാസ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മളൊരു യൂസർ ഐഡൻറ്റിഫയർ വെച്ചിട്ടായിരിക്കും ഈ യൂസറിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ യൂസർ എന്നും പറഞ്ഞിട്ടൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ്, നമ്മുടെ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഡേറ്റാ ബേസിലുണ്ടായിരിക്കും. ആ ഡേറ്റാ ബേസ് എന്തിനെ പ്രൊവൈഡ് ചെയ്യും? യൂസേഴ്സിനെ
പ്രൊവൈഡ് ചെയ്യും. ആ യൂസേഴ്സിൻ്റെ ഡേറ്റ വെച്ചിട്ടായിരിക്കും ഈ ഓതൻറ്റിക്കേഷനും ഓതറൈസേഷനും ഒക്കെ സിംഫണിയിൽ നടക്കുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ യൂസറിന് ഒരു യൂസർ ഐഡൻറ്റിഫയർ ഉണ്ടായിരിക്കും. ഈ യൂസർ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് യൂസറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ആവാം, യൂസർ നെയിം ആവാം, അങ്ങനെ എന്തേലും. ഈ സാധാരണ കേസുകളിൽ ഇത് രണ്ടുമാണ് യൂസർ ഐഡൻറ്റിഫയർ ആയിട്ട് പറയാറുള്ളത്. ഈ സിംഫണിയിലെ പെർമിഷൻസ്, അതായത് ഓരോ ഒന്ന് ആക്സസ് ചെയ്യുന്നതിൻ്റെ പെർമിഷൻസ് യൂസറുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ഇരിക്കുന്നത്. അതായത് ബേസിക്കലി ഏറ്റവും ബേസ് ആയിട്ടുള്ള സാധനമാണ് ഈ യൂസർ എന്ന് പറയുന്നത്. നമ്മളെ ആപ്ലിക്കേഷൻ സെക്യൂർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു യൂസർ ക്ലാസ് ഇംപ്ലിമെൻ്റ് ചെയ്യും. യൂസിങ് എ യൂസർ ഇൻ്റർഫേസ് നമ്മളൊരു യൂസർ ക്ലാസ് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഈ യൂസർ ക്ലാസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആപ്ലിക്കേഷൻസിലെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ മെയിനായിട്ടും യൂസർ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറൈൻ എൻറ്റിറ്റി ആയിരിക്കും. ഡോക്ടറൈൻ എൻറ്റിറ്റി എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, അതൊരു ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും നമ്മുടെ ഡോക്ടറൈൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഡെഡിക്കേറ്റഡ് സെക്യൂരിറ്റി യൂസർ ക്ലാസ് ആണ്. അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി ഒരു ഡോക്ടറൈൻ എൻറ്റിറ്റി ആയിരിക്കും നമ്മൾ യൂസർ ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ യൂസർ ക്ലാസ് എങ്ങനെ ഒരു സിംഫണി ബണ്ടിലിൽ ഉണ്ടാക്കാം എന്നാണ്, ഉണ്ടാക്കുന്നതിൻ്റെ കമാൻഡ്സാണ് ഈ കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു യൂസർ എന്ന് പറയുന്ന ഇത് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലാസ്സിനെ നമ്മൾ ഡോക്ടറൈൻ വഴി ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ എസ് എന്ന് കൊടുക്കാം. പിന്നെ നമ്മൾ യൂണീക്ക് ഐഡൻറ്റിഫയർ ഏതാണ്, യൂസർ നെയിം ആണോ അതോ ഇമെയിൽ ആണോ, ഏതാണ് യൂണീക്ക് ഐഡൻറ്റിഫയർ എന്നുള്ളത് നമ്മൾ ഇമെയിലാണോ യൂസർ നെയിം ആണോ ഏതാണ് ആ ഫീൽഡിൻ്റെ നെയിം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളിത് ഈ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഈ പാസ്വേഡ്സ് ഹാഷ് ചെക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. ഈ ഹാഷ് ചെക്ക് എന്ന് പറയുന്നത് പാസ്വേഡ് അൺറീഡബിൾ ഫോർമാറ്റിലോട്ട് ആക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഹാഷ് ചെക്ക് എന്ന് പറയുന്നത്. അത് വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം റെപ്പോസിറ്ററിയും എൻറ്റിറ്റിയും അതേപോലെ ഡോക്യുമെൻറ്റും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത യൂസർ ക്ലാസ്സിൻ്റെ പാത്തോ അല്ലെങ്കിൽ ആ ഡാറ്റ നമ്മൾ ഈ പ്രൊവൈഡേഴ്സിന് അതായത് സെക്യൂരിറ്റി YAML കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടല്ലോ അതിനകത്തോട്ടും പ്രൊവൈഡ് ചെയ്യും. അതെല്ലാം ഈ കമാൻഡ് വഴി തന്നെ നടക്കും. ഇത് മാത്രമല്ലാതെ ഒരു 2 കമാൻഡ് കൂടെ ഉണ്ട്. അത് എക്സ്ട്രാ നമ്മുടെ യൂസർ ക്ലാസ് ഡോക്ടറൈൻ എൻറ്റിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു 2 കമാൻഡും കൂടെ ഉണ്ട്. അത് വേറെ. മെയിൻലി നമ്മളെ പ്രൊവൈഡേഴ്സിൽ യൂസർ കമാൻഡ് വെച്ചിട്ട് നമ്മൾ യൂസർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കോൺഫിഗറേഷനും ആൾറെഡി എന്താവും, ഈ സെക്യൂരിറ്റി സെറ്റിങ്സിൽ അപ്ഡേറ്റഡ് ആവും. ഇതിൽ ഇപ്പം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും app/entity/user എന്ന് പറഞ്ഞിട്ട്. ഇതിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ യൂണിക് ഐഡൻറ്റിഫയറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഇമെയിലാണോ യൂസർ നെയിം ആണോ ഏതാണ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പം വേറെ എന്തെങ്കിലും പേര് വെച്ചിട്ടായിരുന്നു ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൊവൈഡേഴ്സിൽ ക്ലാസ് എന്ന് പറയുന്നത് ആ പേര് വന്നേനെ. ഇവിടെ നമ്മൾ യൂസർ എന്ന് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് യൂസർ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. നമ്മൾ ഈ സെറ്റപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ യൂസർ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ യൂണിക് യൂസർ ഐഡൻറ്റിഫയർ ആയിട്ട് ഇമെയിലിനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഈ പ്രോപ്പർട്ടി ഇവിടെ ഇമെയിൽ എന്നും പറഞ്ഞ് കൊടുത്തത് കൊണ്ട് ഇമെയിലായിരിക്കും നമ്മുടെ യൂസർ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അടുത്തത് ഓതൻറ്റിക്കേറ്റിംഗ് യൂസേഴ്സ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെയൊക്കെ യൂസേഴ്സിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയുന്ന പാർട്ടാണിത്. ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് സിസ്റ്റം
കറക്റ്റ് യൂസറിനെ ഫൈൻഡ് ചെയ്ത് ആ യൂസറിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മളെ എന്ത് ആപ്ലിക്കേഷൻ ആയാലും ആ ആപ്ലിക്കേഷനിൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. യൂസറിന് മാച്ചിങ് ആയിട്ടുള്ള വെബ് പേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. മുമ്പ് അതായത് ട്രഡീഷണലി ഇത് ചെയ്തിരുന്നത് HTTPയുടെ ബേസിക് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഫോംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ബേസിക്സ് സംഭവം HTTP തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബേസിക് ഡയലോഗ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് പണ്ട് ചെയ്തിരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി ബണ്ടൽ, സിംഫണിയിലെ സെക്യൂരിറ്റി ബണ്ടൽ ഒരുപാട് കൂടുതൽ അതൻറ്റിക്കേറ്റേഴ്സുമായിട്ട് കൂടുതൽ അതൻറ്റിക്കേറ്റേഴ്സിനെ കൊണ്ടുവന്നു. എക്സാമ്പിൾ ഫോം ലോഗിൻ, JSON ലോഗിൻ, HTTP ബേസിക്, അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. അതെനിക്ക് ലോഗിൻ ചെക്ക്, പിന്നെ X.509 ക്ലയൻറ്റ് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ റിമോട്ട് യൂസേഴ്സ്, അതേപോലെ കസ്റ്റം ഒതൻറ്റിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ നമ്മുടെ സിംഫണിയുടെ സെക്യൂരിറ്റി ബണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോം ലോഗിൻ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ എല്ലാം നമുക്കറിയാവുന്ന ഒരുവിധപ്പെട്ട എല്ലാ വെബ്സൈറ്റ്സും ഫോം ലോഗിൻ വഴി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ ഉണ്ടായിരിക്കും. ഇമെയിൽ ആവാം, അല്ലെങ്കിൽ യൂസർ നെയിം ആവാം, അതേപോലെ ഒരു പാസ്വേഡ് ഉണ്ടാവും. ഈ പാസ്വേഡും ഐഡൻറ്റിഫയറുമാണ് മെയിൻലി എല്ലാ ലോഗിൻ ഫോമിലും ഉണ്ടാകുന്നത് മിനിമം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇതേപോലെ ആയിരിക്കും അതിൻ്റെ ആ കൺട്രോളർ കാണപ്പെടുന്നത്. അതായത് ആ ലോഗിൻ ഫോമിൻ്റെ കൺട്രോളർ, എല്ലാ പേജിനും ഒരു കൺട്രോളർ ഉണ്ടായിരിക്കുമല്ലോ സിംഫണിയിൽ. അങ്ങനെ ലോഗിൻ ഫോമിൻ്റെ കൺട്രോളർ ഏകദേശം ഇതേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നമ്മളിപ്പം കാണുന്ന login/index.html.tigൽ റെൻഡർ ചെയ്യുന്ന പേജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ലോഗിൻ ഫോമിൻ്റെ ടിഗ് ഫയലാണ് അവിടെ നമ്മൾ റെൻഡർ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഫോം ലോഗിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്യൂരിറ്റി ഫയർവാൾ സെറ്റിങ്സിൽ ഫോം ലോഗിനകത്ത് നമ്മൾ ഈ പാത്ത് പറഞ്ഞു തുടങ്ങി. ഈ പാത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട കൺട്രോളറിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻ്റെ പാത്താണ് ഈ കാണിച്ചേക്കുന്നത്. app_login എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ഈ പാത്ത് നമ്മൾ ഫയർവാൾസിൽ സെറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോം ലോഗിൻ ഒതൻറ്റിക്കേറ്റർ നമ്മുടെ സിംഫണിക്കകത്ത് അല്ലെങ്കിൽ സിംഫണി ആപ്ലിക്കേഷൻ അപ്പോൾ അതായത് ഇതിൽ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ലോഗിൻ കൺട്രോളറിൻ്റെ ആ ഫംഗ്ഷനെ, അതായത് മെയിൻ ഇൻഡെക്സ് ഫംഗ്ഷനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് ഇവരിവിടെ കാണിച്ചേക്കുകയാണ് ചെയ്തേക്കുന്നത്. അതായത് ഒതൻറ്റിക്കേഷൻ യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് ഫീച്ചേഴ്സിനെയാണ് കാണിച്ചേക്കുന്നത്. അതായത് എറർ ഹാൻഡിൽ ചെയ്യുന്നതും പിന്നെ ലോഗിൻ അറ്റംപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിംഫണിയുടെ ഒരു ക്ലാസ്സാണ് എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ യൂട്ടിൽസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒതൻറ്റിക്കേഷൻ എറർ ഫെച്ച് ചെയ്തെടുക്കാനും, അല്ലെങ്കിൽ ലാസ്റ്റ് ഏത് യൂസർ നെയിമാണ് ലാസ്റ്റ് യൂസ് ചെയ്ത് ഇത് ട്രൈ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഫോമിലോട്ട് എൻ്റർ ചെയ്യാൻ, ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫെച്ച് ചെയ്തെടുത്തിട്ട് അതിന് നമുക്ക് വേണമെങ്കിൽ റെൻഡർ ചെയ്യാം. അതായത് ഫ്രണ്ട് എൻഡിലെ ഫോമിൽ വേണമെങ്കിൽ റെൻഡർ ചെയ്യാം. ഇത് മാത്രമാണ് നമ്മുടെ ഈ ഇൻഡെക്സ് ആക്ഷൻ വഴി ചെയ്യുന്നത്. ഇതിലിപ്പം എക്സ്ട്രാ നമ്മളിപ്പം ലോഗിന് വേണ്ടിയിട്ട് ലോഗിനായി അകത്തോട്ട്, അതായത് ആപ്ലിക്കേഷൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി എക്സ്ട്രാ ആക്ഷൻസ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സിംഫണിയുടെ ഫോം ലോഗിൻ ഒതൻറ്റിക്കേറ്റർ യൂസ് ചെയ്തിട്ട് അത് ഫോം സബ്മിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്ത് ചെയ്തോളും, ഹാൻഡിൽ ചെയ്തോളും. അത് നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞതിനെ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം ഹോൾ പ്രോസസ്സ് എന്തോന്നുള്ളത്. ആദ്യം ഒരു യൂസർ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു പ്രൊട്ടക്റ്റഡ് റിസോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പോയി ഫേസ്ബുക്കിലോട്ട് ലോഗിൻ ചെയ്ത് ആ ഫേസ്ബുക്കിൻ്റെ മെയിൻ
ഹോം പേജിലോട്ട് ആക്സസ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഫയർവാൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് നമ്മളിവിടെ റിയാക്ട് ചെയ്യും. അതായത് ഒരു ലോഗിൻ ഫോമോ അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിച്ചിട്ട് നമ്മളിവിടെ ഒരു ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏതൊരു ആപ്ലിക്കേഷനിലായിരിക്കും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒരു ലോഗിൻ ഫോമിലോട്ട് റെൻഡർ ചെയ്തിട്ട് അവിടെ നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, യൂസർ നെയിം ആണെങ്കിൽ യൂസർ നെയിം, അല്ലെങ്കിൽ ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, ഏതാണെന്ന് വെച്ചാൽ അത്, പിന്നെ നമ്മുടെ പാസ്വേഡ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യും. ഈ ലോഗിൻ പേജ് റെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോളറും അല്ലെങ്കിൽ ആ പാത്തും എല്ലാം നമ്മൾ മുമ്പ് കണ്ടതുപോലെ സെക്യൂരിറ്റി YAML കൺട്രോളറിലും സെറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് യൂസർ എന്ത് ചെയ്യും, യൂസർ സബ്മിറ്റ് ചെയ്യും, ഈ ലോഗിൻ ഫോം സബ്മിറ്റ് ചെയ്യും. ഈ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഫോം ലോഗിൻ ഓതൻറ്റിക്കേറ്റർ, അതായത് നമ്മുടെ സിംബണിയിൽ തന്നെ ഉള്ള സെക്യൂരിറ്റി കമ്പോണൻറ്റ് എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ഈ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതായത് യൂസറിൻ്റെ പാസ്വേഡും ഈ ഇമെയിലും അല്ല യൂസർ ഐഡൻറ്റിഫയറും പാസ്വേഡും തമ്മിൽ മാച്ചാണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യും, നമ്മുടെ സിംബണി സെക്യൂരിറ്റി സിസ്റ്റം ഓതൻറ്റിക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ യൂസറിന് എന്ത് ചെയ്യും, ലോഗിൻ ഫോം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഹോം പേജ് ആണെങ്കിൽ ഹോം പേജ്, അല്ലെങ്കിൽ അടുത്ത ഏത് പേജിലോട്ടുള്ള ആക്സസ് ആണെന്ന് വെച്ചാൽ ആ ആക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സിംബണി എന്ത് ചെയ്യും, ആ ലോഗിൻ ഫോം തന്നെ ഒന്നും കൂടെ റെൻഡർ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ മൊത്തത്തിൽ ഈ യൂസറിനെ ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് അവിടെ നടക്കുന്നത്. ഇനി നമ്മുടെ ലോഗിൻ ഫോംസിൽ CSRF പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CSRF പ്രൊട്ടക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് നടന്ന് ഇപ്പം ഹാക്കിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CSRF പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ലോഗിൻ ഫോംസിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ റീട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്കിങ്ങനെ എപ്പോഴും റീട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ CSRF ടോക്കൺ എക്സ്പയർ ആയിട്ട് അത് നമുക്ക് പിന്നെ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. ഈ CSRF എനേബിൾ ചെയ്യുന്നത് നമ്മൾ ഫയർവാളിലാണ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അതായത് സെക്യൂരിറ്റി ഏരിയ ഫോം ലോഗിൻ്റെ അണ്ടറിൽ എനേബിൾ CSRF എന്നുള്ള ഓപ്ഷൻ നമ്മൾ ട്രൂ ആക്കി വിട്ടുകൊടുത്താൽ മാത്രമാണ് ഇത് എനേബിൾ ആവുന്നത്. അതേപോലെ നമുക്ക് ഈ CSRF ടോക്കൺ ടിഗിൽ CSRF ടോക്കൺ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ടിഗിൽ യൂസ് ചെയ്യാനോ നമുക്ക് സാധിക്കും. അതായത് CSRF ടോക്കൺ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് ഹിഡൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്പയർ ആകുമോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഫോമിൻ്റെ സബ്മിറ്റ് ആക്ഷനിലോ ഏത് ആക്ഷനിലാണെന്ന് വെച്ചാൽ നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് JSON ലോഗിൻ എന്ന് പറയുന്നത്. JSON ലോഗിൻ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ടും APIക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. API ത്രൂ ലോഗിൻസ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ API ത്രൂ എന്തെങ്കിലും ആക്സസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും JSON ലോഗിൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ടോക്കൺ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് യൂസർ നെയിമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടോ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു പാസ്വേഡും വെച്ചിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് ഒരു ടോക്കൺ ആയിരിക്കും നമ്മുടെ JSON ലോഗിനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ടോക്കൺ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്. ഈ JSON ലോഗിൻ അതെൻറ്റിക്കേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫങ്ഷനാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിംബണിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒതൻറ്റിക്കേറ്റർ നമ്മുടെ JSON ലോഗിൻ ഫയർവാൾസിൻ്റെ അണ്ടറിൽ തന്നെ JSON ലോഗിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത് വരുന്നത്. ഇതിൻ്റെ പാത്ത്
ഒരു റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന പാത്തായിരിക്കും ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ആ പാത്ത് വഴിയായിരിക്കും ജേസൺ ലോഗിൻ പോസിബിൾ ആവുന്നത്. ഏകദേശം ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഒരു ജേസൺ ഫോർമാറ്റ് ഇരിക്കുന്നത്. അതായത് ക്ലയൻറ്റ് ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് വിടുന്നു. അതിന് നമ്മൾ ജേസൺ ഹെഡറിലോട്ട് യൂസർ നെയിമും പാസ്വേഡുമായിട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കും. അതായത് യൂസർ നെയിം, പിന്നെ ഇമെയിൽ, പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ പാസ്വേഡ്. ഇതിനെ നമ്മളൊരു ജേസൺ ഫോർമാറ്റിലാക്കി എന്ത് ചെയ്യും, പോസ്റ്റ് റിക്വസ്റ്റ് വഴി നമ്മൾ സെർവറിലോട്ട് വിടുന്നു. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റി സിസ്റ്റം എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ഈ വന്ന യൂസറിനെ ക്രെഡൻഷ്യൽ ഒതൻറ്റിക്കേറ്റ് ചെയ്ത് ആ ക്രെഡൻഷ്യൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ മെയിൻ കൺട്രോളർ ഉണ്ടല്ലോ, ഇൻഡെക്സ് കൺട്രോളർ വർക്കാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 401 എറർ ജേസൺ റെസ്പോൺസ് ആയിട്ട് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം റിട്ടേൺ ചെയ്യും. ഈ റിട്ടേൺ ചെയ്യുന്ന എററിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണോ നമുക്ക് ഫ്രണ്ട് എൻഡിൽ കാണിക്കാവുന്നതാണ്. അതിപ്പം പലരും കണ്ടിട്ടുണ്ടായിരിക്കും. എറർ വരുമ്പോഴത്തേക്കും ഒരു പേജ് മെയിനായിട്ട് വന്നിട്ട് അവിടെ അത് ഡിസ്പ്ലേ ആവുന്നത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അടുത്ത ഒരു ഒതൻറ്റിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് HTTP ബേസിക് ഒതൻറ്റിക്കേഷൻ. ഇതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഒതൻറ്റിക്കേഷൻ ടൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ക്രെഡൻഷ്യൽസ്, അതായത് യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ യൂസറിൻ്റെ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യും, HTTP ബേസിക്കിൽ നിന്ന് നമ്മുടെ സിംബണി എന്ത് ചെയ്യും, ഇത് ഫെച്ച് ചെയ്തിട്ട് സിംബണി തന്നെ ഇത് വെരിഫൈ ചെയ്യും. ഇതാണ് മെയിനായിട്ടും HTTP ബേസിക് ഒതൻറ്റിക്കേഷൻ നമ്മുടെ സിംബണിയിൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ലോഗിൻ ലിങ്ക്. നമുക്ക് ലോഗിൻ ലിങ്ക്, അതായത് ഒരു ക്രെഡൻഷ്യൽസ് ഒന്നും ആവശ്യമില്ലാതെ, അതായത് ഇമെയിലോ പാസ്വേഡോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഒരു ലിങ്ക് വഴി ഒരു ഫോമിലോട്ട് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലോട്ട് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ലോഗിൻ ലിങ്ക്സ് വഴി ഒതൻറ്റിക്കേഷൻ മെക്കാനിസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പാസ്വേഡിൻ്റെയോ യൂസർ നെയിമിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇത് മെയിൻലി ഉള്ള കേസിലെല്ലാം ഇത് ഒരുപാട് നേരം അവിടെ അവൈലബിളും ആയിരിക്കത്തില്ല. ഇത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലായിരിക്കും അവൈലബിൾ ആയിരിക്കും. നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ചില പേജുകളിലോട്ട് കയറുമ്പോൾ ഒരു ലിങ്ക് ഇത്ര സമയത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ടായിരിക്കും. അതെല്ലാം ഈ ഒരു മെക്കാനിസം വഴിയാണ് വർക്കാവുന്നത്. ഇനിയുള്ളത് ആക്സസ് ടോക്കൺസ്. ഈ ആക്സസ് ടോക്കൺസും മെയിൻലി യൂസ് ചെയ്യുന്നത് API കോൺടാക്ട്സിലാണ് ആക്സസ് ടോക്കൺസ് യൂസ് ചെയ്ത് വരുന്നത്. ഈ യൂസർ എന്ത് ചെയ്യും, ഒരു ടോക്കൺ നമുക്ക് എന്ത് ചെയ്യും, ഓതറൈസേഷൻ സെർവറിൽ നിന്ന് റിസീവ് ചെയ്യും. അത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ആക്സസ് ടോക്കൺസിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് അങ്ങനെയാണ് ബേസിക്കലി വരുന്നത്. ഇനി വരുന്നത് ക്ലയൻറ്റ് സർട്ടിഫിക്കറ്റ്സ്. അത് X.509 ക്ലയൻറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് വെബ് സെർവറിൽ തന്നെ ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതായത് സെർവറിലോട്ട് പോയി അവിടെ പോയി കോള് പോയി ഫെച്ച് ചെയ്ത് അവിടെ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് തിരിച്ച് വന്ന് അങ്ങനെ ഒരു മെക്കാനിസം ഇതിൽ ആവശ്യമില്ല. നമുക്ക് ഈ സിംബണി നമുക്ക് ഈ ഒതൻറ്റിക്കേറ്ററിൽ നിന്ന് തന്നെ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇമെയിലിനെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ക്ലയൻറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിനെ നമുക്ക് യൂസർ ഐഡൻറ്റിഫയർ ആയിട്ടോ യൂസർ ഐഡൻറ്റിഫയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അടുത്ത റിമോട്ട് യൂസർ എന്ന് പറയുന്നത്. റിമോട്ട് യൂസർ എന്ന് പറയുന്നത് ഇതൊരു എൻവയോൺമെൻറ്റൽ വേരിയബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒതൻറ്റിക്കേറ്റഡ് യൂസറാണ്. ഇവിടെ നമുക്ക് യൂസർ ഐഡൻറ്റിഫയറിനെ എന്ത് ചെയ്യാൻ പറ്റും, the remote user authenticator uses the value as the user identifier to load the corresponding user.
അതായത് റിമോട്ട് യൂസർ ഒതൻറ്റിക്കേറ്റർ എന്ന് പറയുന്നത് യൂസർ ഐഡൻറ്റിഫയറിനെ അതായത് കറസ്പോണ്ടിങ് യൂസർ ഐഡൻറ്റിഫയറിനെ ഉപയോഗിച്ച് കറസ്പോണ്ടിങ് യൂസറിനെ ലോഡ് ചെയ്യിക്കുന്ന മെക്കാനിസമാണ് ഈ റിമോട്ട് യൂസേഴ്സ് എന്ന് പറയുന്ന മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർവാൾസിൻ്റെ അടിയിൽ തന്നെ അണ്ടറിൽ തന്നെ അതിൻ്റെ അണ്ടറിൽ റിമോട്ട് യൂസറിൻ്റെ പ്രൊവൈഡറിൽ നമുക്കിത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. റിമോട്ട് യൂസർ കീ ഏതാണെന്ന് വെച്ചാൽ അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ റിമോട്ട് യൂസറിനെ എനേബിൾ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഏത് മാത്രമല്ല സിംഫണിയിൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബേസിക് പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ലോഗിൻ അറ്റാക്സ് നടക്കുന്ന കേസസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ അഗൻസ്റ്റ് സൈബർ അറ്റാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും അവർ മെയിൻലി ഒരുപാട് അറ്റംപ്റ്റ്സ് വന്നിട്ട് നമ്മുടെ സെർവറിൽ ലോഡ് കൂട്ടി അങ്ങനെ അതിനെ ഹാക്ക് ചെയ്യിക്കുന്ന രീതി ഒക്കെ ഉണ്ട്. ഹാക്ക് ചെയ്യിക്കുന്നതല്ല, ഒരു ത്രെട്ട് അങ്ങനെ കൊണ്ടുവരുന്ന രീതിയൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സിംഫണിയിൽ തന്നെ ഉള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇതിനകൻസ്റ്റ് സിംഫണി കുറച്ച് ബേസിക് പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻലി ഇത് ഡിഫോൾട്ടായിട്ട് മാക്സ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് 5 ആയിരിക്കും. അതായത് ഒരു IP അഡ്രസ്സിന് ഇത്ര അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ IP അഡ്രസ്സ് പ്ലസ് യൂസർ നെയിമിൽ, അതായത് ഒരു IP അഡ്രസ്സിൽ ഒരു യൂസർ നെയിമിൽ ഇത്ര അറ്റംപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡിഫോൾട്ട് 5 ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എനിക്ക് ഒരു യൂസർ നെയിം വെച്ചിട്ട് 5 പ്രാവശ്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വേറെ ഒരു യൂസറിനെ വെച്ചിട്ട് പിന്നെ എനിക്കൊരു 5 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡിഫോൾട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്, ലോഗിൻ അറ്റംപ്റ്റ്സ് ലിമിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ സെക്കൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ യൂസറിന്, അതായത് ഇപ്പം പല യൂസറിനെ ഉപയോഗിച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 5 എണ്ണം ഒരു യൂസറിന് പറ്റും. അതേപോലെ ഒരു 10-20 യൂസറിനെ വെച്ചിട്ട് എനിക്കൊരു 100 അടുപ്പിച്ച് 100 കൂടുതലോ അറ്റംപ്റ്റ്സ് നടത്താൻ പറ്റും. അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് IP ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. റെയർ ലിമിറ്ററിൻ്റെ താഴെ യൂസർ IP ലോഗിൻ, അത് സാധാരണ 5 ആദ്യം പറഞ്ഞ കേസ്. ഇനി IP ലോഗിൻ എന്ന് പറയുന്ന കേസ് അവിടെ മൊത്തം 50, അതായത് നമ്മുടെ അവിടെ താഴെ ഇൻ്റർവെല്ലും കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവെല്ലിനകത്ത് മൊത്തം 50 ലോഗിൻ അറ്റംപ്റ്റ്സേ ഇതിനകത്ത് പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ചെയ്യാൻ പറ്റും. ലോഗിൻ അറ്റംപ്റ്റ്സ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒതൻറ്റിക്കേഷൻ ഫെയിൽ ആവുന്നതിനെ കൂടുതലും നമുക്ക് ഇനി ഇത് മാത്രമല്ലാതെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സക്സസ്ഫുൾ ആവുന്നതിനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ഫെയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആ കസ്റ്റമൈസേഷൻ നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒതൻറ്റിക്കേഷൻ സക്സസ് ഹാൻഡിലർ ഇൻ്റർഫേസ് ഓർ ഒതൻറ്റിക്കേഷൻ ഫെയിലിയർ ഹാൻഡിലർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ടൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സിംഫണിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത് ആണ് ഇതിലെ അവസാനത്തെ പാർട്ടെന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസർ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആക്സസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്, ഓതറൈസേഷൻ അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു യൂസറിന് ഒരു സർട്ടൺ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റണോ വേണ്ടേ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡാണ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു URL ആവാം, അല്ലെങ്കിൽ ഒരു മോഡൽ ഒബ്ജക്റ്റിലോട്ട് ആക്സസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു കോള് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് പോകുന്നതിനെ
ലിമിറ്റ് ചെയ്യുന്നതാവാം. ഏത് ഒരു ആക്ഷനെ നമുക്ക് ആക്സസ് കൺട്രോൾ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കുന്നതാണ്. രണ്ട് ഓതറൈസേഷന് മെയിനായിട്ട് 2 ഡിഫറെൻറ്റ് സൈറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് യൂസർ റിസീവ്സ് എ സ്പെസിഫിക് റോൾ വൈൽ ലോഗിൻ. അതായത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളെ ഒരു യൂസറിന് ഒരു സ്പെസിഫിക് റോൾ ഉണ്ടായിരിക്കും. മെയിനായിട്ടും അത് റോൾ യൂസർ എന്നും പറഞ്ഞിട്ടൊരു ഇതായിരിക്കും ഉണ്ടായിരിക്കുന്നത്, റോളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് എല്ലാ യൂസറിനും ഒരു റോൾ മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്. റോൾസ്, ഈ റോളിനെ പറ്റി വിശദമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു യൂസർ ലോഗിൻ ആകുമ്പോഴത്തേക്ക് സിംബണി ആ യൂസറിൻ്റെ റോൾസ് ഗെറ്റ് ചെയ്യും, അതായത് കോൾ ചെയ്തിട്ട് ആ യൂസർ ഒബ്ജക്റ്റിന് എന്തൊക്കെ റോളാണ് ഉള്ളതെന്ന് സിംബണി അവിടെ എന്ത് ചെയ്യും, ഡിറ്റർമിൻ ചെയ്ത് വയ്ക്കും. ഈ യൂസർ ക്ലാസ് ജനറേറ്റ് ചെയ്യുന്നത് ആദ്യം ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ യൂസറിന് എന്തൊക്കെ റോൾ ഉണ്ടെന്നുള്ളത് ഡേറ്റാബേസിൽ സ്റ്റോർഡ് ആയിരിക്കും. അതാ നേരത്തെ പറഞ്ഞത് പോലെ ഒരു യൂസറിന് മിനിമം എന്തായാലും ഒരു റോളെങ്കിലും ഉണ്ടായിരിക്കും. റോൾ യൂസർ എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു റോളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഇതേപോലെ എത്ര റോൾ വേണമെങ്കിലും യൂസറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡേറ്റാബേസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹയറാർക്കി വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് റോൾ യൂസർ എന്ന് പറയുന്ന ഒറ്റ റോളെങ്കിലും ഒരു യൂസറിന് ഉണ്ടായിരിക്കണം എന്നുള്ളതും, പിന്നെ എല്ലാ റോൾസും ഈ ROLE_prefixൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ റൂൾസ്. അതുമാത്രമല്ല വേറെ ഒരു എക്സ്ട്രാ ഫീച്ചറും കൂടെ സിംബണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ഹയറാർക്കിയൽ റോൾസ് എന്ന് പറയുന്നത്. ഈ ഹയറാർക്കിയൽ റോൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒന്നിൽ കൂടുതൽ റോൾസ് ഒരു ആൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിപ്പം എല്ലാ കീയും അയാളുമായിട്ട് കണക്ട് ചെയ്തോ അയാളുടെ യൂസർ ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്യണം എന്നില്ല. അതായത് എല്ലാ കീയും അടങ്ങുന്ന ഒരു റോൾ ഹയറാർക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനെ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ റോൾ അഡ്മിൻ, അതിൻ്റെ താഴെ റോൾ സൂപ്പർ അഡ്മിൻ എന്ന് ഉള്ള പോലെ ഈ റോൾ സൂപ്പർ അഡ്മിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ യൂസറിന് അഗൻസ്റ്റ് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതിലുള്ള റോൾ അഡ്മിനും റോൾ അലൗഡ് ടു സ്വിച്ചും, ഈ 2 റോളും ആ യൂസറിന് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് കോഡ് പാത്ത് URL പാത്ത്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സെക്യൂരിറ്റി YML വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. URL പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് കൺട്രോൾ ഡിഫൈൻ ചെയ്യുന്നതോ ആക്സസ് കൺട്രോൾ ചെയ്യാനോ നമുക്ക് സാധിക്കും ഓരോ റോളിന് അഗൻസ്റ്റ്. അതായത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് പോലെ പാത്ത് അഡ്മിൻ, റോൾ അഡ്മിൻ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ പാറ്റേൺ അഡ്മിൻ എന്ന് പറയുന്ന പാറ്റേണിൽ വരുന്നത് ഈ റോൾ അഡ്മിൻ എന്ന് പറയുന്ന റോളുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പാറ്റേണിൽ വരുന്ന URLs എന്ത് ചെയ്യാൻ പറ്റൂ, ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ താഴെയും സെയിം റോൾ അഡ്മിൻ അല്ലെങ്കിൽ നമുക്ക് ഈസ് ഒതൻറ്റിക്കേറ്റഡ് ഫുള്ളി, ഈ 2 റോൾസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ അഡ്മിൻ വെച്ചിട്ട് വരുന്ന URLs ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പല അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. URL ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓതൻറ്റിക്കേഷൻ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സെക്യൂരിറ്റി YML വഴി ആക്സസ് കൺട്രോളിൻ്റെ അകത്ത്. അതേപോലെ നമുക്ക് കൺട്രോളേഴ്സും ബാക്കിയുള്ള കോഡും നമുക്ക് ഈ സെയിം ഒരു വേ ഓഫ് ആക്സസ് കൺട്രോൾ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടോ, പക്ഷേ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺട്രോളർ വഴി നമുക്ക് പിന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസറിൻ്റെ അടുത്ത് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ആക്സസ് ഡിനൈഡ് ആയിട്ടുള്ള പേജിലോട്ട് യൂസർ ട്രൈ ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പം ആ പേജ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്സസ് ഡിനൈ ചെയ്തിട്ട് നമുക്ക് ആ പേജ്
കസ്റ്റമൈസ് ചെയ്ത് കാണിക്കാൻ പറ്റും. യു ആർ നോട്ട് ആക്സസ്ഡ് ടു ഓതറൈസ് ദിസ് പേജ് എന്നും പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റും. എന്തെങ്കിലും അക്സസിബിൾ അല്ലാത്ത URLs നമ്മുടെ യൂസർ ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കതവിടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വേറൊരു വേ എന്ന് പറയുന്നത് ഈ കൺട്രോളർ ആക്ഷൻ യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റണോ വേണ്ടേ എന്നുള്ളത് നമുക്കൊരു ഈസ് ഗ്രാൻഡഡ് ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതേപോലെ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഈ ആക്സസ് കൺട്രോൾസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇഫ് ഈസ് ഗ്രാൻഡഡ് റോൾ അഡ്മിൻ, അതായത് ഈ റോൾ അഡ്മിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ടിഗിനകത്തുള്ള യൂസറിന് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള റോളാണോ എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ അവിടെ കാണിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഇവിടെ ടെംപ്ലേറ്റ്സിൻ്റെ അകത്തും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ സെക്യൂറിങ് അതർ സർവീസസ്, നമുക്ക് ഇപ്പം ബാക്കിയുള്ള സർവീസസ് ഇപ്പോൾ കൺട്രോളറും ടിഗും അല്ലാതെ എക്സ്ട്രാ സർവീസസ്, സെയിൽസ് റിപ്പോർട്ട് മാനേജർ എന്ന് പറയുന്നൊരു സർവീസ് ഉണ്ടെന്ന് വെച്ചോ, അതിനകത്ത് എക്സ്ട്രാ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വേറൊരു റോള് സെറ്റ് ചെയ്തിട്ട് ആ റോളുള്ള യൂസേഴ്സിന് മാത്രമായിട്ട് അതിൻ്റെ ആക്സസ് കൊടുക്കാനായിട്ട് സിംബണിയിൽ പറ്റും. പിന്നെയുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് അനോണിമസ് യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേജസ് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പുറത്തുനിന്നൊരു യൂസർ ഇമെയിലോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒരാൾക്ക് വന്നിട്ട് നമ്മുടെ പോസ്റ്റോ അല്ലെങ്കിൽ കമൻസോ കാണണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലോ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാതെ തന്നെ ചില പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റില്ലേ, ആ ഒരു മെക്കാനിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കസ്റ്റം വോട്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിബിൾ ആക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇൻഡിവിജ്വൽ യൂസർ പെർമിഷൻസ്, മെയിൻലി കൂടുതൽ എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുന്ന പെർമിഷൻസാണ് ഈ ഇൻഡിവിജ്വൽ യൂസർ പെർമിഷൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ യൂസറിനും ഓരോ പെർമിഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആക്സസ് റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോ യൂസറിന് ഇപ്പം നമുക്ക് കയറി മറ്റൊരാളുടെ കമൻറ്റ് എഡിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയായാലും മറ്റൊരാളുടെ കമൻറ്റ് കയറി എഡിറ്റ് ചെയ്യാതിരിക്കാൻ അവിടെ ഒരു ബ്ലോക്ക് കാണുമല്ലോ. ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ആ യൂസർ പെർമിഷൻസ് വെച്ചിട്ടാണ്. അത് ഓരോ യൂസറിലും നിക്ഷിപ്തമായിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതായത് ഓരോ യൂസറിനും ഓരോ പ്രിവിലേജസ് അല്ലെങ്കിൽ ആക്സസ് റോൾസ് കാണും. ഈ വോട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ലോജിക്ക് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി വോട്ടേഴ്സ് നമ്മളെ സഹായിക്കും. വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ് സിംബണിയിലുള്ള, അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ലോജിക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അടുത്തതെന്ന് പറയുന്നത് യൂസർ ലോഗ്ഡ് ഇൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നമ്മുടെ സിംബണിയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് യൂസർ ഏതെങ്കിലും ഒരു ആക്ഷൻ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും ഈ യൂസർ ഇപ്പോഴും ലോഗ്ഡ് ഇൻ ആണോ, അതായത് എന്തെങ്കിലും കേസിൽ ലോഗ് ഔട്ടായി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ യൂസറിന് ഈ ആക്സസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓതൻറ്റിക്കേറ്റഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ യൂസർ എങ്ങനെയൊക്കെയാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്, ആക്സസ് എടുക്കാൻ പറ്റുന്നത്, ഇവിടെ യൂസറിന് ആക്സസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിംബണിയിൽ വരുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അതിന് എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധം ഇത്രയൊക്കെയാണ് സിംബണിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സിംബണി പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.